യുക്രൈനിൽ വീണ്ടും റഷ്യൻ ആക്രമണം. കിവ്, ഖർക്കിവ്, സപ്പോറിഷ്യ മേഖലകളിലാണ് ആക്രമണം നടക്കുന്നത്. 7 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 40-ലേറെ മിസൈലുകൾ യുക്രൈൻ നഗരത്തിൽ വർഷിച്ചതായാണ് റിപ്പോർട്ട്. റഷ്യയുടെ 3 എണ്ണക്കപ്പലുകൾക്ക് നേരെ പ്രത്യാക്രമണം നടന്നതായി യുക്രൈനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ഐസൻ. ആക്രമണമാണ് നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 7 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ 8 പേരുടെ മരണമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അനൌദ്യോഗികമായ ചില സ്ഥിരീകരണങ്ങളും വരുന്നുണ്ട്. 40-ലേറെ മിസൈലുകളാണ് യുക്രൈൻ നഗരങ്ങളിൽ, അതായത് നേരത്തെ അനക സൂചിപ്പിച്ചതുപോലെ കീവ്, ഖർക്കിവ്, സപ്പോറിഷ്യ തുടങ്ങിയ മേഖലകളിലാണ് ആക്രമണം നടന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ തോതിലുള്ള ആക്രമണം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു നിർണായക ഘടകം എന്ന് പറയുന്നത് യുക്രൈന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രത്യാക്രമണവും റഷ്യൻ എണ്ണക്കപ്പലുകൾക്ക് നേരെ ഉണ്ടായി. ബ്ലാക്ക് സീയിലെ 3 കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് യുക്രൈൻ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും തകരുന്നതുൾപ്പെടെയുള്ള വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ യുക്രൈനിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെലൻസ്കി അറിയിക്കുന്നതനുസരിച്ച് ഇത്രയും നാളുകൾക്കിടയിൽ, അതായത് 4 വർഷത്തോളമായി തുടരുന്ന ഈ യുദ്ധത്തിനിടയിൽ ഏറ്റവും ശക്തമായ ആക്രമണങ്ങളാണ് തുടർച്ചയായി ഈ അടുത്ത ദിവസങ്ങളിൽ റഷ്യ തങ്ങളുടെ നേരെ നടത്തുന്നതെന്ന് കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ചില മിസൈലുകളൊക്കെ, അല്ലെങ്കിൽ ഒരു 10-20 മിസൈലുകൾ പ്രതിരോധിക്കാനായിട്ടുണ്ട് എങ്കിൽ കൂടി വൻതോതിൽ നാശനഷ്ടം. യുക്രൈനിൽ വീണ്ടും റഷ്യൻ ആക്രമണം. കിവ്, ഖർക്കിവ്, സപ്പോറിഷ്യ മേഖലകളിലാണ് ആക്രമണം നടന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ്.